നമസ്കാരം. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിവാദത്തിൽ അകപ്പെട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. പ്രധാന വേദിയായ കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ പതാക ഒഴിവാക്കിയതാണ് വിവാദത്തിന് കാരണം. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 7 ടീമുകളുടെയും പതാകകൾ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ ഇന്ത്യയുടെ പതാക മാത്രം കാണാനില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇംഗ്ലണ്ട് ടീമുകൾക്ക് മത്സരമുണ്ട്. പ്രധാന വേദികളിലെ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിൽ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന മറ്റ് 7 രാജ്യങ്ങളുടെയും പതാകയുള്ളപ്പോൾ ഇന്ത്യൻ പതാക മാത്രമില്ലെന്നത് ആരാധകരാണ് ചൂണ്ടിക്കാട്ടിയത്. സുരക്ഷാപരമായ കാരണങ്ങൾ പാകിസ്ഥാനിൽ കളിക്കാനില്ലെന്ന ഇന്ത്യൻ നിലപാടിനെ തുടർന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ഹൈബ്രിഡ് മോഡലിൽ ദുബായിലാണ് നടത്തുന്നത്. ഇതിനാലാണ് ഇന്ത്യൻ പതാക കറാച്ചി നാഷണൽ സ്റ്റേഡിയത്തിൽ വെക്കാത്തതെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡിന്റെ അനൌദ്യോഗിക വിശദീകരണം. അതേസമയം ഫെബ്രുവരി 23-നാണ് ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായിൽ ഏറ്റുമുട്ടുന്നത്. ഫെബ്രുവരി 20-ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് മത്സരം. ഫെബ്രുവരി 3-ന് ടിക്കറ്റുകൾ ആദ്യമായി വിൽപ്പനയ്ക്കെത്തിയപ്പോഴും മണിക്കൂറുകൾക്കകം വിറ്റുതീർന്നിരുന്നു. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ന് തുടങ്ങിയ അധിക ടിക്കറ്റുകളുടെ വിൽപ്പന 3 മണിയാകുമ്പോഴേക്ക് മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയതിനാൽ നിർത്തിവെച്ചു. 25,000 പേരെയാണ് ഇന്ത്യൻ പാകിസ്ഥാൻ മത്സരത്തിന് വേദിയാവുന്ന ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പരമാവധി ഉൾക്കൊള്ളാനാവുക. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനുള്ള ടിക്കറ്റുകൾക്ക് 500 UAE ദിർഹമായിരുന്നു അടിസ്ഥാന നിരക്ക്. ഇന്ത്യയുടെ മറ്റ് മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ 250 ദിർഹം മുതൽ ലഭ്യമായിരുന്നു. കഴിഞ്ഞ വർഷം T20 ലോകകപ്പിൽ ഏറ്റുമുട്ടിയ ശേഷം ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ പോരാട്ടത്തിനിറങ്ങുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.